आप देख रहे हैं एक्सप्रेस न्यूज टुडे, सच्ची खबर सब पे नजर। So if I'm late, it's only because of the affection and love that I've been getting on the way. That has delayed me. ഞാൻ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതിനുശേഷം മുഴുവൻ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഞാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സ്നേഹവും ഇഷ്ടവും കൊണ്ടാണ് ഞാൻ താമസിച്ചു പോയതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I would like to first of all welcome Sri Venugopal ji, Sabrinathan ji, Ansajitha, Rasalan ji, all the other leaders on the dais. ഞാൻ ആദ്യമായി വേദിയിലുള്ള എല്ലാ നേതാക്കളെയും വേദിയിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. And the candidates from here, would they like to come up? Please. Yeah. Sri Venugopal ji, Sri Sabrinath ji, Ansajita Rasal ji. So this time, I don't know if you all are aware, but the Congress party has given 50% of its tickets to young people between the age of 20 and 40. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അതിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ 50% കൂടുതൽ നൽകിയിരിക്കുന്നത് 20-നും 40-നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And we have done so because the future generation of Kerala matters to us. ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിന്റെ ഭാവി തലമുറ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത്. We want to build a new generation of politicians for Kerala who work hard towards resolving your problems and work amongst you as one. നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ഒരു പുതിയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകരെ ഞങ്ങൾക്ക് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് 50%-ലധികം സ്ഥാനാർത്ഥിത്വം യുവജനങ്ങൾക്ക് ഞങ്ങൾ നൽകിയത്. So with the great experience of all the senior leadership of Kerala, their wisdom, their guidance, you now also have a young team willing to work for you. കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ വിവേകം, അവരുടെ അനുഭവ സമ്പത്ത്, അതിന്റെ ഒപ്പം നിങ്ങൾക്ക് അതിനോടൊപ്പം കേരളത്തിൽ ചെറുപ്പക്കാരായ നേതാക്കളുടെ ഒരു നിര കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും നൽകിയിരിക്കുന്നത്. You have made a name for Kerala across the world. ലോകം മുഴുവൻ കേരളത്തിന് ഒരു പ്രത്യേക പേര് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. It is a state built by your hard work. കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും കഠിനാധ്വാനത്തിലൂടെ നിർമ്മിക്കപ്പെട്ടതാണ്. കേരളം എന്ന ഈ സംസ്ഥാനം, the people of Kerala across the world are known to be diligent, hard-working, loyal, intelligent and efficient. കേരളത്തിലെ ആളുകൾ ലോകമെമ്പാടും വിവേകമുള്ളവർ, കഠിനാധ്വാനികൾ, ബുദ്ധിയുള്ളവർ, വിശ്വസ്തർ എന്നിങ്ങനെ അറിയപ്പെടുന്നവരാണ്. കാര്യപ്രാപ്തിയുള്ളവർ എന്നിങ്ങനെ ലോകമെമ്പാടും അറിയപ്പെടുന്നവരാണ് മലയാളികൾ. Your industries like the rubber industry, the coir industry, the cashew industry have made your state shine across the world. നിങ്ങളുടെ വ്യവസായങ്ങൾ, റബ്ബർ വ്യവസായം, കശുവണ്ടി വ്യവസായം, കയർ വ്യവസായം തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ സംസ്ഥാനത്തെ, ഈ രാജ്യം മുഴുവൻ നിങ്ങളുടെ സംസ്ഥാനത്തെ ഏറ്റവും മഹത്വമുള്ളതാക്കി തീർന്നിട്ടുണ്ട്, പ്രഭാപൂരിതമാക്കിയിട്ടുണ്ട്. Kerala's workers, your women, the fishermen, all of you together, the farmers in the paddy fields, all of you together have built this state. കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ തൊഴിലാളികൾ, കേരളത്തിലെ കർഷകർ, ഇവിടെ നെൽവയലുകളിൽ പണിയെടുക്കുന്ന കർഷകർ, ഇവരെല്ലാവരും കൂടെ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേരളം എന്ന ഈ സംസ്ഥാനത്തെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. And because you have built this state, your voice needs to be properly represented in the future of Kerala. കാരണം നിങ്ങൾ ഈ സംസ്ഥാനം നിർമ്മിച്ചെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ശബ്ദം കേരളത്തിന്റെ ഭാവിയുടെ കാര്യത്തിൽ പൂർണ്ണമായി പ്രതിനിധാനം ചെയ്യപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
It is with this in mind that the Congress party this time has proposed a vision document for Kerala. ഈ ചിന്തകൾ മനസ്സിലുണ്ട്. ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർട്ടി UDF ഇപ്രാവശ്യം കേരളത്തിന് വേണ്ടിയുള്ള കേരളത്തിന്റെ വികസന കാഴ്ചപ്പാടിന്റെ ഒരു രൂപരേഖ പ്രകടന പത്രികയായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. This document was made after people from the Congress party interacted with all groups in Kerala, with fishermen, with women, with farmers, cashew growers, with all different sections of society. ഈ പ്രകടന പത്രിക ഞങ്ങൾ ആവിഷ്കരിച്ചത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ കേരളത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുമായിട്ട്, കർഷകരുമായിട്ട്, മത്സ്യത്തൊഴിലാളികളുമായിട്ട്, സ്ത്രീകളുമായിട്ട്, യുവജനങ്ങളുമായി ഒക്കെ സംവദിച്ചതിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഈ പ്രകടന പത്രിക നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. And it is a vision document which lays out the UDF's plan for the next 5 years for Kerala. അടുത്ത 5 വർഷം UDFന് കേരളത്തിന് വേണ്ടിയുള്ള പദ്ധതി എന്താണെന്ന് നിങ്ങളുടെ മുൻപിൽ വ്യക്തമാക്കി തരുന്ന ഒന്നാണ് ഈ പ്രകടന പത്രിക. I will tell you some of the highlights of this document. പ്രകടന പത്രികയിലെ ചില സുപ്രധാന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. The first is the Nyaya Yojana. ആദ്യത്തേതെന്ന് പറയുന്നത് ന്യായ പദ്ധതിയാണ്. The Nyaya Yojana basically promises 6,000 rupees to be put directly in the accounts of all poor families in Kerala. ന്യായ യോജന എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി പറയുന്നത് കേരളത്തിലെ ഓരോ ദരിദ്ര കുടുംബത്തിന്റെയും അക്കൗണ്ടിൽ ഓരോ മാസവും 6,000 രൂപ നേരിട്ട് നിക്ഷേപിക്കുക എന്നതാണ് ന്യായ എന്ന പദ്ധതിയിലൂടെ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. Now this is not a hollow promise. ഇതൊരു പൊള്ളയായ വാഗ്ദാനമല്ല. Because our government in Chhattisgarh has already done a pilot of this project and it has provided this scheme to the farmers of Chhattisgarh successfully. ഇതൊരു പൊള്ളയായ വാഗ്ദാനമല്ല എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് ഗവൺമെന്റ് അവിടുത്തെ കർഷകർക്ക് വേണ്ടി വളരെ വിജയകരമായി ന്യായ് എന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. Perhaps for the first time ever, a government is going to recognize the sheer hard work done by women who remain at home. ഒരു കാര്യം പറയട്ടെ, ഒരു പക്ഷേ ആദ്യമായിട്ടാണ് UDF പ്രകടന പത്രികയിലൂടെ ഒരു ഗവൺമെന്റ് നമ്മുടെ വീട്ടമ്മമാർ വീടുകളിൽ ചെയ്യുന്ന തൊഴിലിന്റെ മൂല്യം മനസ്സിലാക്കാനും അംഗീകരിക്കാനും പോകുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. My sisters who are housewives between the age of 40 and 60, they work very hard. The entire family rests, the responsibility rests on their shoulders. They cook, they clean, they take care of the children, they take care of the elders, they take care of all members of their family. But their work is never recognized. എൻ്റെ സഹോദരിമാരായ 40-നും 60-നും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർ, നമ്മുടെ വീട്ടമ്മമാർ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നു. അവർ പാചകം ചെയ്യുന്നു, വീട് വൃത്തിയാക്കുന്നു, കുട്ടികളെ നോക്കുന്നു, മുതിർന്നവരെ നോക്കുന്നു. ആ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം അവരുടെ ചുമലുകളിലാണ്. പക്ഷെ പലപ്പോഴും അവർ ചെയ്യുന്ന ജോലിയുടെ മൂല്യം നമ്മൾ അംഗീകരിക്കാറില്ല. So the UDF proposes to recognize their work and give them something to support themselves and will transfer 2,000 rupees direct cash into their accounts as well. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർ 40-നും 60-നും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാരുടെ തൊഴിലിന്റെ മൂല്യത്തെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ മാസവും അവർക്ക് 2,000 രൂപ നേരിട്ടുള്ള ക്യാഷ് ട്രാൻസ്ഫർ നടത്തും എന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. The welfare pension will be increased to rupees 3,000 a month. ക്ഷേമ പെൻഷൻ മാസത്തിൽ 3,000 രൂപയായി ഞങ്ങൾ ഉയർത്തും. To end the caste discrimination and partiality in schools, colleges and universities, a new act will be made called the Rohit Vemula Act. സ്കൂളുകളിലെയും കോളേജുകളിലെയും സർവകലാശാലകളിലെയും പക്ഷപാതിത്വവും ജാതീയമായ വിവേചനവും അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രോഹിത് വെമുല നിയമം എന്ന പേരിൽ ഒരു പുതിയ നിയമം UDF ഗവൺമെന്റ് നടപ്പിലാക്കും. And it will be passed with a view to providing justice to all. എല്ലാവർക്കും നീതി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഈ നിയമം ഞങ്ങൾ കൊണ്ടുവരിക. So that everyone should have the same opportunity to a good education. അതായത് ഈ നാട്ടിലെ എല്ലാ വ്യക്തികൾക്കും ഒരു നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള തുല്യമായ അവസരം ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. The UDF government will give you
the minimum support price for rubber, paddy and coconut. നിങ്ങൾക്ക് റബ്ബറിനും നെല്ലിനും നാളികേരത്തിനുമുള്ള അടിസ്ഥാന താങ്ങുവിലയും UDF ഗവൺമെന്റ് ഉറപ്പു നൽകും. 100 units of electricity will be free on every bill. ഓരോ ബില്ലിനും ഓരോ കാർഡുള്ളവർക്കും 100 യൂണിറ്റ് സൗജന്യ വൈദ്യുതി UDF ഉറപ്പു നൽകുന്നു. To all those who hold white ration cards, 5 kilos of rice will be given free. വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 5 കിലോ സൗജന്യ അരിയും UDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. Auto taxi drivers, fishermen and women will get a fuel subsidy. ഓട്ടോ ടാക്സി ഡ്രൈവർമാരും അതുപോലെ സ്ത്രീകളും അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കും ഇന്ധന സബ്സിഡിയും UDF പ്രകടന പത്രിക ഉറപ്പു നൽകുന്നു. There will be a two-wheeler incentive for women who are working in the unorganized sector. അസംഘടിത മേഖലയിൽ പണി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി 10,000 രൂപയുടെ 2-വീലർ ഇൻസെന്റീവ് എന്ന പദ്ധതിയും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. Loudest cheer came from a gentleman. ഏറ്റവും വലിയ കയ്യടി ഇവിടെ ഒരു പുരുഷന്റെ കയ്യിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞതിൽ. But the two-wheeler is for women, huh? പക്ഷേ ഈ 2-വീലർ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. Single women with children, for them there will be a special scheme. Their children will get a special scholarship. സ്വന്തമായി ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാർ അവരുടെ മക്കൾക്ക് പ്രത്യേകമായ സ്കോളർഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും ഞങ്ങൾ നടപ്പിലാക്കും. So these are some of the things that are laid out in this vision document. ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. I know that they sound like a lot of promises being made by yet another political party. എനിക്കറിയാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് വാഗ്ദാനങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നൽകുന്നത് പോലെ കുറേ വാഗ്ദാനങ്ങൾ നൽകുന്നതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. But these are very well thought out. പക്ഷേ ഇതങ്ങനെയില്ല. ഞങ്ങൾ വളരെയധികം ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടാക്കിയ വാഗ്ദാനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. And there is a reason why they have been done. ഇതെന്തുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. The reason is that we in the Congress, in the UDF, recognize what hardships you have encountered in the last 5 years. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോൺഗ്രസിലുള്ളവർ UDFിലുള്ളവർ നിങ്ങൾ കഴിഞ്ഞ 5 വർഷങ്ങൾ കടന്നുപോയ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. Here in Kerala, you placed your faith in the LDF government. കേരളത്തിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചത് ഒരു LDF ഗവൺമെന്റിലാണ്. I think you must have done this with the wish and the hope that the LDF government would work for your future, would develop the state further, and you would face less hardships. എനിക്കറിയാം നിങ്ങൾ LDF ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചത് LDF ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കും, കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിങ്ങൾ അത് ചെയ്തതെന്നും എനിക്കറിയാം. They also made many promises to you. അവർ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് വളരെയധികം വാഗ്ദാനങ്ങളും നൽകുകയുണ്ടായി. But what you have seen effectively over the last 5 years is that they never kept their promises. കഴിഞ്ഞ 5 വർഷങ്ങൾ നിങ്ങൾ കാര്യക്ഷമമായി എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും LDF ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Where they had said they would protect you, they said they would build the cashew sector, they said that they would help and support the rubber industry. It almost seems like they have done the opposite. അവർ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ, അവർ റബ്ബർ വ്യവസായത്തെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ, കശുവണ്ടി വ്യവസായത്തെ പിന്തുണയ്ക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിലൊന്നും അവർ കാര്യമായിട്ട് ഒന്നും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. Rubber is being imported unchecked. അനിയന്ത്രിതമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ ഇവിടെ ഇറക്കുമതി ചെയ്യുകയാണ്. While the rubber industry is suffering. ഇവിടുത്തെ റബ്ബർ വ്യവസായത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോഴാണ് ഈ ഇറക്കുമതി നടക്കുന്നത്. The coir industry is suffering. അതുപോലെ തന്നെ കയർ വ്യവസായത്തിന്റെ ഭാഗമായി വരും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. Farmers are struggling. നമ്മുടെ കർഷകരും വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. The LDF promised you 20 lakh jobs. LDF 20 ലക്ഷം തൊഴിലവസരങ്ങളാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. Not only did they not provide them, but the first chance they got, as soon as they came into government,
they filled government institutions and posts with their own people. 20 ലക്ഷം തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് നൽകിയില്ല എന്ന് മാത്രമല്ല, അവർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ലഭ്യമായ എല്ലാ ഗവൺമെന്റ് തസ്തികകളും അവർക്ക് പ്രിയപ്പെട്ട ഇഷ്ടമുള്ള ആളുകളെ നിറയ്ക്കുക എന്നതുകൂടിയാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് ചെയ്തത്. In fact, again and again, you have seen that the LDF government operates on the principle of favoritism. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കും LDF ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് തന്നെ സ്വജന പക്ഷപാതം എന്ന തത്വത്തിന്റെ പുറത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Thousands of young people protested against this backdoor entry into government jobs. ഗവൺമെന്റ് ജോലികളിലേക്കുള്ള ഈ പിൻവാതിൽ നിയമനത്തിലൂടെ പിൻവാതിൽ പ്രവേശനത്തിനെതിരെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ സംസ്ഥാനത്ത് പ്രതിഷേധിക്കുകയുണ്ടായി. Those youngsters who protested were lathi charged. എതിർത്ത പ്രതിഷേധിച്ച ആ യുവജനങ്ങൾക്ക് എന്താണ് നേരിടേണ്ടി വന്നത്? അവരെ ലാത്തി ചാർജ് ചെയ്യുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. You were promised an efficient and clean government. നിങ്ങളോട് കാര്യക്ഷമവും സംശുദ്ധവുമായ ഒരു ഗവൺമെന്റ് ഉണ്ടാകും എന്ന വാഗ്ദാനമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. But you got a government of frauds and scams. പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചതോ തട്ടിപ്പിന്റെയും വഞ്ചനയുടെയും അഴിമതികളുടെ ഒരു ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് ലഭിച്ചത്. WhatsApp chats revealed in the EMCC scam EMCC അഴിമതിയുടെ ഭാഗമായി പുറത്തു വന്ന വാട്സാപ്പ് സംഭാഷണങ്ങൾ showed that the government was involved in it. ആ സംഭാഷണങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഗവൺമെന്റിന് അതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ്. Many officers close to the chief minister were allegedly involved in the gold scam. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പല ഓഫീസർമാരും ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയർന്നു. Funds were received from foreign agencies in the Kerala Life Mission project scam. കേരളത്തിലെ ലൈഫ് മിഷൻ പ്രോജക്റ്റ് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് പല വിദേശ ഏജൻസികളിൽ നിന്നും ധാരാളം ഫണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് ലഭ്യമാകുകയുണ്ടായി. Thousands of Kerala's citizens were compromised when their personal healthcare data went to an American company, and the government, when they made that deal, did not care to ensure that there was a confidentiality clause in it. രഹസ്യാത്മകത ഉറപ്പുവരുത്താതെ അമേരിക്കൻ കമ്പനിയുമായിട്ട് ഗവൺമെന്റ് ഉടമ്പടിയിൽ ഏർപ്പെട്ടപ്പോൾ കേരളത്തിലെ ആയിരക്കണക്കിന് വ്യക്തികളുടെ പൗരന്മാരുടെ വ്യക്തിഗത സ്വകാര്യ ഡേറ്റയാണ് അമേരിക്കൻ കമ്പനിക്ക് കൈമാറിയത്. But perhaps worst of all was that during the floods, when flood relief was to be distributed, 15 crores of that money went into the accounts of CPIM members. ഇതിലെ ഏറ്റവും മോശമായതെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് പറയട്ടെ. ഇവിടെ പ്രളയ ദുരിതാശ്വാസം ജനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന സമയത്ത് അതിലെ 15 കോടി രൂപ പ്രളയ ദുരിതാശ്വാസത്തിലെ 15 കോടി രൂപ CPM-കാരുടെ അക്കൗണ്ടുകളിലേക്ക് പോയതാണ് ഇതിലെ ഏറ്റവും ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടി വരുന്നത്. As if that was not enough, many complaints came from fishermen and fisherwomen saying that they did not get relief because they were not members of the CPI. അതുകൊണ്ട് മതിയാവാത്തതുപോലെ നമ്മൾ എന്താണ് കേട്ടത്? ധാരാളം മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന സഹോദരന്മാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും ധാരാളം പരാതി കേട്ടു. അവര് CPM-ന്റെ പ്രവർത്തകർ അല്ലാത്തത് കൊണ്ട് അവർക്ക് അർഹതയുള്ള ദുരിതാശ്വാസം കിട്ടിയില്ല എന്ന പരാതി കൂടി നമ്മൾ കേൾക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. The interests and the livelihoods of Kerala's fishermen was sold for 5,000 crores. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ താല്പര്യങ്ങളും അവരുടെ ഉപജീവനവും 5000 കോടി രൂപയ്ക്ക് ഈ സർക്കാർ വിറ്റ് കളഞ്ഞു. In fact, the truth about the LDF government is that it survives purely on its PR and its propaganda. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ LDF ഗവൺമെന്റിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യം എന്തെന്ന് പറഞ്ഞാൽ ഇത് നിലനിൽക്കുന്നത് അതിന്റെ PR പ്രവർത്തനവും പ്രൊപ്പഗാൻഡയും പ്രചരണവും കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഈ ഗവൺമെന്റിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ സത്യം. Whichever newspaper you open, whatever TV channel you see, there is an open propaganda for the government, projecting the government as if they have done a lot for the development of Kerala. നിങ്ങൾ ഏത് പത്രം തുറന്നാലും ഏത് TV ചാനൽ തുറന്നാലും ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ വിശദീകരിച്ചിട്ടുള്ള പരസ്യങ്ങൾ കാണും. അതായത് ഈ ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. But the point is that who are they fooling? പക്ഷേ ചോദിക്കേണ്ടത് ഇതാണ്, അവരാരെയാണ് വിഡ്ഢികളാക്കുന്നത്? You are the people of Kerala. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളാണ്.
You know what your life is better than any of us do. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതിലുപരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങളുടെ ജീവിതം എന്താണെന്നുള്ളത്. You know the struggles, the difficulties you face. നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾ മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് നിങ്ങൾക്കാണ്. You know that when you go to the market today to buy the essential commodities, when you go to fill your gas cylinder, how much it's costing you. നിങ്ങൾ അവശ്യ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക്, ചന്തയിലേക്ക്, കടയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടർ നിറയ്ക്കാൻ നിങ്ങൾക്ക് പോകുമ്പോൾ എത്രമാത്രം വിലയാണ്, ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. You know how the wrong policies of both the center and the state have made you suffer throughout this period. നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ 5 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും തെറ്റായ നയങ്ങൾ, നയപദ്ധതികൾ നിങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടിലാഴ്ത്തി എന്നതും നിങ്ങൾക്കറിയാം. You face the faulty GST. വളരെ വികലമായിട്ടുള്ള ഒരു ചരക്ക് സേവന നികുതിയാണ്. You faced demonetization. നിങ്ങൾ നോട്ട് നിരോധനം, അതും നിങ്ങൾ നേരിട്ടു. You faced an unthought of lockdown. ആലോചനയില്ലാതെ നടപ്പിലാക്കിയ ഒരു ലോക്ക്ഡൌൺ, അതിലും കൂടെ നിങ്ങൾ കടന്നുപോയി. And on top of that, in Kerala, you faced almost an attack on all the industries that had made your state great. അത് മാത്രമല്ല, ഇതിന്റെ ഒക്കെ ഉപരിയായിട്ട് കേരളത്തിൽ നിങ്ങളുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ചതാക്കുന്ന ഒരുപാട് എല്ലാ വ്യവസായങ്ങളുടെ മേലും ഒരു ആക്രമണം, അതും നിങ്ങൾ അനുഭവിക്കുകയുണ്ടായി. Because instead of supporting and strengthening them, they were weakened. കാരണം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു നടപടിയും ഉണ്ടായില്ല. ഈ വ്യവസായങ്ങളെ, കേരളത്തെ മികച്ചതാക്കുന്ന വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും പിന്തുണയ്ക്കുന്നതിന് പകരം ഗവൺമെന്റ് പിന്തുണച്ചതും സപ്പോർട്ട് ചെയ്തതും ഏറ്റവും വലിയ കോർപ്പറേറ്റ് മുതലാളിമാരെയാണ്. So now the election has come around again. ഇപ്പോൾ വീണ്ടും നമ്മുടെ മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. The LDF leaders have all come before you and made another lot of promises. LDFന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടാവും. ഒരുപാട് അനേകം വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. In between, the BJP and RSS has also tried to distract you from issues of your development, issues of your progress, and spoken about issues that are divisive. അത് ഇതിന്റെ ഇടയിൽ കൂടി BJP RSS വന്നിട്ട് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന്, വികസനം എന്ന് തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ അവരും ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവും. So I'll ask you one simple question. ഞാൻ നിങ്ങളോട് ഒരു വളരെ ലളിതമായ ചോദ്യം ചോദിക്കാം. What are you going to do about it? നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചെയ്യാൻ പോകുന്നത്? Democracy has given you your biggest weapon. ജനാധിപത്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. Your greatest strength is your vote. നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ വോട്ടാണ്. Your life and your struggles have given you wisdom. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് ജ്ഞാനവും വിവേകവും നൽകിയിട്ടുണ്ട്. This beautiful state that people from all over the world come to visit. The people of Kerala who have built it, its reputation, its culture, its traditions that are respected by the rest of the world belongs to you. ഈ മനോഹരമായ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, നിങ്ങൾ എല്ലാവരും ചേർന്ന്, ലോകം മുഴുവനുള്ളവർ കാണാൻ വരുന്ന, സന്ദർശിക്കാൻ വരുന്ന ഈ സംസ്ഥാനം, ഇതിന്റെ സംസ്കാരം, പാരമ്പര്യം, ഇതെല്ലാം നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. It is your home, your land. ഇത് നിങ്ങളുടെ സ്വന്തമാണ്, ഇത് നിങ്ങളുടെ വീടാണ്, ഇത് നിങ്ങളുടെ ഭൂമിയാണ്. ഈ കേരളം നിങ്ങളുടെ സ്വന്തമാണ്. This is your culture of togetherness, of peace, of harmony. ഇത് ഒത്തൊരുമയുടെ, സാഹോദര്യത്തിന്റെ, ഐക്യത്തിന്റെ നിങ്ങളുടെ സംസ്കാരമാണ്. No political party gave it to you. ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് നിങ്ങൾക്ക് നൽകിയതല്ല. You got it from people like Sri Narayan Guru. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതാണത്. It was your own tradition. അത് നിങ്ങളുടെ സ്വന്തം പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതാണ്. And even when political parties like the Congress party, whose ideology matches with those traditions, took from it took from the tradition that was yours. കോൺഗ്രസ് പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, ഞങ്ങൾ പോലും ഇതൊക്കെ ഉൾക്കൊള്ളുന്നത് നിങ്ങളുടെ ഈ പാരമ്പര്യത്തിൽ നിന്നാണ്. So more than anyone else's responsibility,
it is your responsibility to see to it that you have a government in your state that works for you. അതുകൊണ്ട് മറ്റാരേക്കാളും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് നിങ്ങളുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം എന്നുറപ്പാക്കേണ്ടത് മറ്റാരേക്കാളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. Not a government that seeks to divide you, that spreads a politics of violence and hatred. നിങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയം പരത്തുന്ന ഒരു ഗവൺമെന്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. Not a government that is afraid when you raise your voice, when you ask for your rights, when you challenge it. നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പോരാടുമ്പോൾ, നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ് അല്ല നിങ്ങൾക്ക് വേണ്ടത്. Not a government that beats your youth, a government that promotes your youth, that strengthens them, that tells them to challenge it. നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ യുവാക്കളെ അടിച്ചമർത്തുന്ന ഒരു ഗവൺമെന്റ് അല്ല, നമ്മുടെ യുവജനങ്ങളെ അവരെ പിന്തുണയ്ക്കുന്ന, അവരെ ശക്തിപ്പെടുത്തുന്ന, ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമുക്ക് വേണ്ടത്. You need a government that strengthens your economy, that provides your jobs. നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി തരുന്ന, നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. That empowers women. സ്ത്രീകളെ ശക്തീകരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. That supports farmers. കർഷകരെ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് and വേണ്ടത്. does all in its power to strengthen your industry here. നിങ്ങളുടെ വ്യവസായങ്ങളെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ശക്തിപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. So I am here to ask you to think hard before you cast your vote this time. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വോട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നതിന് മുമ്പ് കാര്യമായി ആലോചിക്കണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. Do not let it go waste. നിങ്ങളുടെ വോട്ട് നിങ്ങൾ പാഴാക്കി കളയരുത്. Use it to empower yourselves. നിങ്ങളുടെ വോട്ടിനെ നിങ്ങളെ ശക്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കണം. Use it to build Kerala. നിങ്ങളുടെ വോട്ട് ഈ കേരളത്തെ നിർമ്മിക്കാൻ നിങ്ങൾ ഉപയോഗിക്കണം. Choose the UDF. UDFനെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. Promote its young leaders. UDFന്റെ ചെറുപ്പക്കാരായ നേതാക്കളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. Teach them to be answerable to you. അവരെ നിങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരായി പെരുമാറാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണം. Use their idealism to build your state once again. അവരുടെ ആശയത്തിലുള്ള അവരുടെ വിശ്വാസം നിങ്ങളുടെ സംസ്ഥാനത്തെ വീണ്ടും വളർത്താൻ, നിർമ്മിച്ചെടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കണം. I can say to you that I have met many of our candidates today, most of them young, many of them from modest backgrounds. I met a lady who comes from a very modest family. I met another candidate who was a poet. I met another youngster who had worked very hard with the cashew workers, gone house to house, spoken up for them. He was an activist. So these are the kind of people who should represent you, because they understand your problems. They live among you. They stand shoulder to shoulder with you when you suffer. ഞാൻ ഇന്നത്തെ ദിവസം നമ്മുടെ വളരെയധികം UDFന്റെ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ കാണുകയുണ്ടായി. അവർ പലരും പല ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർ പലരും ചെറുപ്പക്കാരാണ്. അതിൽ വളരെ സാധാരണമായ ജീവിത ചുറ്റുപാടിൽ നിന്ന് വരുന്നവരുണ്ട്. ഒരാൾ ഒരു കവിയാണ്, മറ്റ് സാമൂഹ്യ പ്രവർത്തകരുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ പിന്തുണയ്ക്കണം. കാരണം അവർ നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും കഴിയുന്നവരാണ് ഈ യുവ സ്ഥാനാർത്ഥികൾ. I felt happy to share the stage with them today. ഇന്ന് അവരോടൊപ്പം വേദി പങ്കിടാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. I felt proud of them because I knew that they have come here through a lot of struggle, through strength of character and through a strong will. എനിക്ക് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. കാരണം ഇന്ന് അവരെത്തിയിരിക്കുന്ന ഈ പദവിയിലെത്താൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ്. അവരുടെ സ്വഭാവദാർഢ്യം കൊണ്ടും അവരുടെ ഇച്ഛാശക്തി കൊണ്ടുമാണ് ഇന്ന് അവർ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് ഓർത്ത് വളരെയധികം അഭിമാനമുണ്ട്. And I could tell from meeting them that above all else they had the will to serve you. എനിക്ക് അവരെ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, ഇതിലെല്ലാറ്റിലും ഉപരി അവരുടെ ഉള്ളിൽ നിങ്ങളെ സേവിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. So I urge you to support our candidates, to bring in a UDF government in your state so that you prosper, so that your needs are respected,
so that your voice is represented, and so that Kerala moves forward in the manner that it should and develops even more than it has developed today. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് UDFന്റെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. കാരണം നിങ്ങളുടെ ശബ്ദം ഇവിടെ കേൾക്കണം, നിങ്ങളുടെ സംസ്ഥാനം മുൻപോട്ട് പോകണം, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ സംസ്ഥാനം മുൻപോട്ട് പോകാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങളുടെ ശബ്ദം ഉയർന്നു കേൾക്കാനും സാധിക്കണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി UDFന്റെ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. Thank you very much for waiting until so late and for listening to me so patiently. Jai Hind. ഇത്രയും നേരം Be careful you don't fall from there. Those two.